സോനങ് വാങ്ചുങ് എങ്ങനെ ഒരു ആന്റി നാഷണൽ അഥവാ ദേശദ്രോഹിയായി മാറി? ലഡാക്കിന്റെ തണുത്തുറഞ്ഞ മണ്ണിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു അസാമാന്യ ശാസ്ത്രജ്ഞന്റെ കഥ 100 Days 100 Story പാർട്ട് 43. ഇതുപോലുള്ള കഥകൾ ഡെയിലി കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. വിദ്യാഭ്യാസം എന്നാൽ പുസ്തകത്തിലെ വരികൾ കാണാതെ പഠിച്ച് പരീക്ഷയിൽ മാർക്ക് വാങ്ങൽ മാത്രമല്ലെന്ന് വെറും 22ാമത്തെ വയസ്സിൽ ചിന്തിച്ച മനുഷ്യൻ. തോൽക്കുന്നത് വിദ്യാർത്ഥികളല്ല, മറിച്ച് തോറ്റത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരുമായി ചേർന്ന് സെക്മോൾ എന്ന സ്ഥാപനത്തിന് തുടക്കമിടുകയായിരുന്നു. തോറ്റുപോയ കുട്ടികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാഠപുസ്തകങ്ങൾക്കും അപ്പുറം പ്രായോഗികമായ കഴിവും പരിസ്ഥിതിക്ക് അനുയോജ്യമായ ജീവന കലയുമാണ് അദ്ദേഹം അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലഡാക്കിലെ കർഷകരെ വേനൽക്കാലത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ഒന്നായിരുന്നു കുടിവെള്ളത്തിന്റെയും കൃഷിവെള്ളത്തിന്റെയും എല്ലാം ക്ഷാമം. ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ട് അദ്ദേഹം കണ്ടെത്തിയതാണ് കൃത്രിമ മഞ്ഞുമലകൾ. കൊടും തണുപ്പിൽ പാഴായി പോകുന്ന വെള്ളമെല്ലാം സംഭരിച്ച് ഉയരത്തിലുള്ള കോണാകൃതിയിലുള്ള മഞ്ഞാക്കി മാറ്റി വേനൽക്കാലത്ത് ആ മഞ്ഞുമല ഉരുക്കി കൃഷിക്ക് ലഭ്യമാവുന്ന വെള്ളമാക്കി മാറ്റുന്ന അദ്ഭുത സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച ദ പെർഫെക്റ്റ് സയന്റിസ്റ്റ്. ലഡാക്കിലെ -14 ഡിഗ്രി കൊടും തണുപ്പില് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയാക്കുന്ന 50,000-ഓളം വരുന്ന അതിർത്തി സൈനികർക്ക് വേണ്ടി സോളാർ ഹീറ്റഡ് ടെന്റ് അദ്ദേഹം കണ്ടുപിടിച്ചു. യാതൊരു ഇന്ധനവും മണ്ണെണ്ണയും കത്തിക്കാതെ സൂര്യപ്രകാശം മാത്രം ഉപയോഗിച്ചിട്ട് ഉള്ളിൽ 15 ഡിഗ്രി ചൂട് നിലനിർത്തുന്ന സുരക്ഷിതമായ ടെന്റുകൾ. ഇതുപോലുള്ള മഹത്തായ സേവനങ്ങൾ മുൻനിർത്തി 2018 ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന റമോൺ മഗ്സസെ അവാർഡ് നൽകി ലോകം അദ്ദേഹത്തെ ആദരിച്ചു. എന്നാൽ 2019 ആർട്ടിക്കിൾ 319 റദ്ദാക്കി ലഡാക്കിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയതോടെ ആ പ്രദേശത്തിന്റെ പരിസ്ഥിതി, സംസ്കാരം, അതുപോലെ തന്നെ ആ നാട്ടിലുള്ളവരുടെ തൊഴിലവകാശങ്ങൾ എല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനയിലെ 6ാം ഷെഡ്യൂൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിടുന്നു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും കേന്ദ്രഭരണ പ്രദേശം എന്ന നിലയിൽ ലഡാക്കിന് ലഭിക്കുന്ന ഭരണപരമായ നിയന്ത്രണങ്ങളെയും അദ്ദേഹം പരസ്യമായി വിമർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രക്ഷോഭം ഭരണകൂടത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളായിട്ട് ചില പ്രത്യേക വിഭാഗങ്ങൾ ചിത്രീകരിച്ചു. ഇത്തരത്തിലുള്ള ചൈനയും പാകിസ്ഥാനുമായി ബോർഡർ പങ്കിടുന്ന അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ലഡാക്കിൽ സമരം നടത്തുന്നത് ആ മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും അതിർത്തി സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുമെന്ന തരത്തിലുള്ള വിവാദങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിരുന്നു. ഈ ആരോപണങ്ങൾക്കൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ NGO ആയ സെക്മോളിന് വിദേശങ്ങളിൽ നിന്നും ഫണ്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ചില വിദേശ ധനസഹായ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന ആരോപണങ്ങൾ കൂടെ ഉയർന്നതോടെ സോനങ് വാങ്ചുങ് ഒരു തികഞ്ഞ ദേശവിരുദ്ധ പ്രവർത്തകനായി മുദ്ര ചാർത്തപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മാത്രം നീറ്റ് എക്സാമിന്റെ അനാസ്ഥയിൽ മനംനൊന്ത് ജീവൻ പൊലിച്ചത് 93 വിദ്യാർത്ഥികളായിരുന്നു. നാളെയുടെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി കഴിഞ്ഞ ജൂൺ 28 മുതൽ 21ഓളം ദിവസം ഉണ്ണാവിരതം ഇരുന്നുകൊണ്ട് ഈ അണയാത്ത വിപ്ലവത്തിന് തിരിതെളിയിച്ച ജൻസികളുടെ മനം നിറയെ ദ റിയൽ ഇൻഫ്ലുവൻസറായി മാറിയ സോനങ് വാങ്ചുവിന്റെ ഈ വിപ്ലവ ജീവിതത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. സ്വന്തം സ്വാർത്ഥതയ്ക്കപ്പുറം നാടിന്റെ നാളേക്കായി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ എല്ലാ വിപ്ലവ സഹോദരി സഹോദരങ്ങൾക്കും ഐക്യദാർഢ്യം പ്രാപിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. ചരിത്രം തിരുത്താൻ പോകുന്ന ഈ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കുക, മറുപടി നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും നന്ദി.